വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 18-ാമത്തെ പുസ്തകമാണ്. 16 അധ്യായങ്ങളുള്ള യൂദിത്ത്. ഇസ്രായേലിൻ്റെ നേരെയുള്ള ദൈവപരിപാലനയെ ചിത്രീകരിക്കുന്ന ഈ ഗ്രന്ഥം പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ജനങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന ഒന്നാണ്. അടിമത്തത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഇസ്രായേൽക്കാർ സമാധാനത്തിൽ കഴിയുമ്പോൾ അസിറിയ രാജാവായ നെബൂഖദ്നേസറിൻ്റെ സൈന്യാധിപനായിരുന്ന ഹോളോഫർണസ് ഇസ്രായേലിനെതിരെ വന്ന് ബെത്തൂലിയ പട്ടണം വളഞ്ഞു. രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ കീഴടങ്ങാൻ തയ്യാറായ ഇസ്രായേലരെ യൂദിത്ത് എന്ന ജൂതവനിത പിന്തിരിപ്പിക്കുന്നതും ദൈവഭക്തയായ അവൾ ഹോളോഫർണസിനെ വശീകരിച്ച് ശത്രുപാളയത്തിൽ എത്തുന്നതും അവസാനം ഹോളോഫർണസിൻ്റെ ശിരച്ഛേദം ചെയ്ത് ഇസ്രായേലരുടെ വിജയം ഉറപ്പുവരുത്തിയതുമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. അസിറിയ രാജാവായ നെബൂഖദ്നേസർ മേദ്യയിലെ രാജാവായ അർഫക്സാദ് രാജാവിനെ ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തിക്കൊന്ന ശേഷം അവൻ തൻ്റെ സൈന്യവുമായി നിനവയിലേക്ക് മടങ്ങി. പിന്നീട് നെബൂഖദ്നേസർ തൻ്റെ സർവ്വ സൈന്യാധിപൻ ഹോളോഫർണസിനോട് തന്നെ അനുസരിക്കാത്ത പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കാൻ കൽപ്പിച്ചു. ഹോളോഫർണസ് തൻ്റെ സൈന്യത്തെ മുഴുവൻ കൂട്ടി കെലിയ ദേശത്തിന് തെക്കുള്ള മരുപ്രദേശങ്ങളിൽ വസിച്ചിരുന്ന ഇസ്മായിലരെയും മിദിയക്കാരെയും ദമാസ്കരെയും ആക്രമിച്ചു. ഇതറിഞ്ഞ യൂദയായിലെ ഇസ്രായേൽ ജനം അവൻ്റെ മുന്നേറ്റത്തിൽ അത്യധികം ഭയപ്പെടുകയും ജെറുസലേമിനെയും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെയും ഓർത്ത് പരിഭ്രമിക്കുകയും ചെയ്തു. അങ്ങനെ പ്രധാന പുരോഹിതനായ യോവാക്യമും ജെറുസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതിനിധി സഭയും പുറപ്പെടുവിച്ച കൽപ്പനയനുസരിച്ച് ഇസ്രായേലിലെ ഓരോരുത്തരും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച് ദേവാലയത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ തലയിൽ ചാരം വിതറി തങ്ങളുടെ ചാക്കുവസ്ത്രം കർത്താവിൻ്റെ മുമ്പിൽ വിരിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ ക്ലേശങ്ങൾ കാണുകയും ചെയ്തു. യൂദയായിലും ജെറുസലേമിലുമുള്ള ജനം സർവശക്തനായ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിനു മുമ്പിൽ അനേക ദിവസം ഉപവസിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.